പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്നല്ലേ. കുറേ ദിവസമായിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് മസാല ദോശ ഉണ്ടാക്കി തരുമോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനില് കടുക് വറുത്ത് വറ്റൽമുളകും ഉഴുന്നും ഒക്കെ ഇട്ട് സവോളയും കുറച്ച് ക്യാരറ്റും അതിനകത്തൊക്കെ കുറച്ച് ഇഞ്ചിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുത്ത് നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ആ ഒരു സവോളയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവോള നല്ല രീതിയിലൊന്നും വഴന്നിട്ടില്ല, ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാകും. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയായതുകൊണ്ട് ഞാൻ അധികം എരിവ് മസാലാസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇഞ്ചിയും ഉപ്പും ഒക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുത്ത് നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കണം. അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ തൂക്കി കൊടുത്തിട്ട് ദോശ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മസാല അങ്ങോട്ട് വെച്ചെടുത്തൊന്ന് പരത്തി കൊടുത്ത് മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മസാല ദോശ റെഡിയാകും. അങ്ങനെ ബാക്കിയുള്ള മസാല ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇത് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണേ.